പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവമെന്റെ ആശ്രയം
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സുഖകരം ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. അതിനു ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് വെളിപ്പെടുത്തണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചുവിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാകും അൽഫോൻസാൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. നിത്യപിതാവിനും സുതനും ഹോഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവീശോയുമായ യേശുക്രിസ്തുവിന്റെ വാസസ്ഥലത്തിലേക്ക് നിങ്ങളെ വിളിച്ച് ദൈവം വിശ്വസ്തനാണ്. സഹോദരൻ
നിങ്ങൾ എല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏകമനത്തോടും ഏകാഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിന്റേതാണ്, ഞാൻ അപ്പോളോസിന്റേതാണ്, ഞാൻ കേഫായുടേതാണ്, ഞാൻ ക്രിസ്തുവിന്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ക്രിസ്പോസിന്റെയും ഗായൂസിന്റെയും അല്ലാതെ നിങ്ങൾ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് എന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുകയില്ല. സ്റ്റെഫാനോസിന്റെ കുടുംബത്തെ കൂടെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആദ്യത്തെയും വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോട് കൂടെ ഭക്ഷണം തിന്നിരിക്കുന്ന സകലരുടെ മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴമോ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരന്മാരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സത്യം നടത്തുമ്പോൾ ദരിദ്രൻ, വികലാംഗ, മുടന്ത, കുരുട എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്നാൽ പകരം കൊടുക്കുവാൻ അവരുടെ പകൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും.
എല്ലാം കാണുന്നവൻ തമ്പുരാൻ. ഈശ്വരശിഹായിലെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇക്കഴിഞ്ഞ തിരുനാൾ ദിനത്തിൽ ഈ സുവിശേഷ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. തിരുനാളിന് തലേ ദിവസം സാധാരണഗതിയിൽ തൊട്ടടുത്തുള്ള സ്നേഹസദനിലെ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഈ വർഷത്തെ തിരുനാൾ എങ്ങനെയോ അത് വിട്ടുപോയി. കൺവീനർമാർ അസ്വസ്ഥരായി. വളരെ സ്നേഹത്തോടു കൂടി അവർക്ക് എന്ത് ചെയ്യാമോ അതെല്ലാം ചെയ്തതിന് ശേഷം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ, നമ്മുടെ ഭാഗത്തു നിന്ന് വലിയ ഒരു തെറ്റുപറ്റി. എങ്ങനെയോ അവരെ വിട്ടുപോയി. നാളെ നല്ല രീതിയിലുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കണം. ഇതിനു വലിയൊരു തെറ്റ് സംഭവിക്കുവാനിടയില്ല. ഇന്നത്തെ സുവിശേഷവും ഇതുപോലൊരു പരാമർശമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതൊരു ഉപമയാണ്, വിരുന്നിന്റെ ഉപമ. ആ വിരുന്നിന്റെ ഉപമയുടെ ഉദ്ദേശ ലക്ഷ്യം തീർച്ചയായും രണ്ടുപേർക്കും അവൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. അതിഥിക്കും കൊടുക്കുന്നുണ്ട് ഉപദേശം, ആതിഥേയനും കൊടുക്കുന്നുണ്ട് ഉപദേശം. എങ്ങനെയാണ് ഒരു കല്യാണ സദ്യക്ക് പോകേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് വിഭവങ്ങൾ വിളമ്പേണ്ടതെന്നോ പറഞ്ഞു കൊടുക്കുകയല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെയാണ് ജീവൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ജീവൻ പ്രാപിക്കുക എന്നതിനെ കുറിച്ചുള്ള പരാമർശമാണ് ഈശോ നൽകുക. ജീവൻ കൊടുത്താൽ ജീവൻ ലഭിക്കും എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ജീവൻ കൊടുക്കുന്നവനാണ്. ജീവൻ കൊടുക്കുന്നവനാകുമ്പോഴാണ് നിനക്ക് ജീവൻ ലഭിക്കുക. നിനക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് മറ്റുള്ളവരിൽ, പ്രത്യേകിച്ച് ആർക്കും വേണ്ടാത്തവർക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴാണ്. ഇന്ന് അൽഫോൻസമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അൽഫോൻസമ്മയുടെ ജീവിതവും ഇത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. വെറും 36 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് സഹനങ്ങളിലൂടെ കടന്നുപോയി വേറിട്ട് ജീവിച്ച, ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിത്വത്തിന്റെ തിരുനാൾ. അപരന് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നു, അത് നിന്റെ ജീവിതമാകുന്ന ജീവൻ കൊടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുവെങ്കിൽ അത് സ്നേഹത്തിന്റെ വിളമ്പലാകാം, അത് കാരുണ്യത്തിന്റെ വിളമ്പലാകാം, അത് അനുകമ്പയുടെ വിളമ്പലാകാം, അത് പുണ്യപ്രവൃത്തികളുടെ വിളമ്പലാകാം. അപ്രകാരം കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നീ മുൻപൻ സ്ഥാനത്തേക്ക് വളരുകയാണ്, നീ ദൈവരാജ്യത്തിലേക്ക് വളരുകയാണ്. അതോടൊപ്പം തന്നെ ഈശോ പറയുകയാണ്, നീ വിരുദ്ധശാലയിലിരിക്കുമ്പോൾ അപരനെ കാണുവാനായിട്ട് നിനക്ക് സാധിക്കണം. നീ മുൻപൻ സ്ഥാനത്തേക്ക് പോയിരുന്നാൽ നീ തെറ്റുകാരനായിത്തീരുന്നു, അല്ലെങ്കിൽ നിന്നെ താഴത്തേക്ക് മാറ്റിയിരുത്തേണ്ടി വരും. അതിനേക്കാൾ വലിയവൻ അതിന് മുമ്പുണ്ടാകും. മറ്റൊരു വാക്കിൽ പറഞ്ഞ്, നിന്റെ ജീവിതം പുണ്യപ്രവൃത്തികളുടേതാകുമ്പോഴാണ് ദൈവസ്ഥാനത്ത്, ദൈവത്തിങ്കൽ നിനക്ക് സ്ഥാനം ലഭിക്കുക. ദൈവത്തിങ്കൽ സ്ഥാനം ലഭിക്കുവാനായിരിക്കണം നിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഈശോ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ്, നീ സ്ഥാനം പിടിക്കണം. അത് ഊട്ടുമേശയിലല്ല, അതിനേക്കാളും ഉപരിയായിട്ട് ഹൃദയത്തിലും സ്വർഗത്തിലും സ്ഥാനം പിടിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഹൃദയത്തിലും അപരന്റെ ഹൃദയത്തിലും സ്വർഗത്തിലും സ്ഥാനം പിടിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ സ്ഥാനം തെറ്റിപ്പോയി എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടുടമസ്ഥൻ വന്ന് നിന്നെ താഴേക്ക് മാറ്റിയിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞ്,
ദൈവം നിന്നെ മാറ്റി നിർത്തും എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ നിന്റെ പുണ്യപ്രവർത്തികൾ നന്മയുടേതാകണം, നിന്റെ പ്രവർത്തികൾ സ്നേഹത്തിൻ്റെതാകണം, നിന്റെ പ്രവർത്തികൾ കാരുണ്യത്തിൻ്റെതാകണം, നിന്റെ പ്രവർത്തികൾ അവരുടെ വളർച്ചയിലേക്ക് ഉള്ളതാകണം. അപ്പോഴാണ് നീ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക. നീ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെങ്കിലും നീ സ്ഥാനം പിടിക്കുകയാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും വിരുന്ന് എന്ന് പറയുന്നത് ഒത്തിരി പേർ സന്തോഷത്തോടു കൂടി വരുന്ന വേളയാണ് വിരുന്ന്. ഭക്ഷണം തരുന്നവന്റെ ഹൃദയത്തിൽ നീ സ്ഥാനം പിടിക്കണം. മറ്റൊരു വാക്യം പറഞ്ഞ് ഭക്ഷണം തരുന്നവന്റെ ഹൃദയത്തിൽ നീ സ്ഥാനം പിടിക്കുന്നത് കൊണ്ടാണ് നീ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വളർച്ച നിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ വിരുന്നും അത് സ്നേഹത്തിന് വിരുന്നാണ്, അത് സൗഹാർദ്ദത്തിന് വിരുന്നാണ്, അത് ബന്ധത്തിന് വിരുന്നാണ്, അത് ഊഷ്മളതയുടെ വിരുന്നാണ്. അവിടെ സ്നേഹവും ബന്ധവും ഊഷ്മളതയും എല്ലാം വളരണമെങ്കിൽ നിന്റെ പ്രവർത്തികളും ദൈവികമാക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. നിന്റെ പ്രവർത്തികൾ ദൈവികമാക്കുമ്പോഴാണ് അതിഥിയുടെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നീ സ്ഥാനം പിടിക്കുക. ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യം നിന്റെ ജീവിതത്തിൽ ഉടനീളം നിനക്കുണ്ടാകണമെന്നും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഓരോ വിരുന്നും നൽകുന്നതിന്റെ സന്തോഷമാണ് പങ്കുവയ്ക്കുക. ലുപ്തിന്റെ സന്തോഷമല്ല പങ്കുവയ്ക്കുക, മറിച്ച് നൽകുന്നതിന്റെ സന്തോഷമാണ് വിരുന്ന് പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെ നിന്റെ വിരുന്നുകളിൽ അവരെ കാണുവാനായിട്ട്, അവരുടെ ആവശ്യങ്ങളും കുറവുകളും കാണുവാനായിട്ട് നിനക്ക് സാധിക്കണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിന്റെ ജീവിതമാകണം നിന്റെ വിരുന്ന്. നിന്റെ പങ്കുവയ്ക്ക് നിന്റെ നന്മകളായിരിക്കണം. നീ പങ്കുവയ്ക്കേണ്ടത് നിന്റെ സ്നേഹമായിരിക്കണം. നീ പങ്കുവയ്ക്കേണ്ടത് നിന്റെ കാരുണ്യമായിരിക്കണം. നീ പങ്കുവയ്ക്കേണ്ടത് നിന്റെ സത്പ്രവർത്തികളായിരിക്കണം. നീ പങ്കുവയ്ക്കേണ്ടത് നിന്റെ സൗഹൃദമായിരിക്കണം. അങ്ങനെ നന്മകളുടെ സൗഹൃദത്തിന്റെ ബന്ധങ്ങളുടെ പങ്കുവെപ്പ് നിനക്കുണ്ടാകുമ്പോഴാണ് നീ അവരുടെ ഹൃദയത്തിൽ വിരുന്നൊരുക്കുക, നീ ദൈവത്തിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ വഴിയോരങ്ങൾ ദൈവത്തിനായിട്ട്, നമ്മുടെ വഴിയോരങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികൾക്കായിട്ട് വിരുന്നുശാലകളായി മാറ്റുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം നന്മയുടേതാകണം. നന്മയുടേതാക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
ആത്മീയ നന്മകൾ നൽകാൻ പരിപോഷിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രൂപകീക്ഷനായ മഹാപിതാവിനെയും മറ്റുള്ളവരെയും വൈദ്യരെയും സൈന്യത്തെയും ആത്മായ പുരുഷനെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ധാരാളം പുരോഹിതരും സൈന്യത്തിനും ദൈവം ഉണ്ടാകുവാനും സർവ്വനിയമത്തിൽ അനുഗ്രഹീതമായ തീരുമാനം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായി തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ
തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഹൃദയ നിയോഗങ്ങളുമായി വിശ്വസിക്കുന്ന ആഘോഷിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സെന്റ് സെബാസ്റ്റ്യൻ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. തമ്പുരാന്റെ സമർപ്പിക്കുകയും അനുഗ്രഹവും നന്ദി നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ പ്രാർത്ഥിച്ച് തോന്നിച്ചെല്ലാം അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. Yeah.
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. അഖില ശരാശര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിക്കൂ. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധിയായ സമ്മേളനത്തിന് നാം ആഘോഷിക്കുന്നു. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും അങ്ങനെ സമൃദ്ധമായ കൃപ ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരമായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച് അങ്ങനെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന്
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇതിൽ വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും
സ്വൽപ്പം സമയത്തിന് നാളെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശ പോവാൻ കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങ് കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവാസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സഹയം നാഥ പൊറുക്കേണമേ. ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവേ ശംസിഹായുടെ പാവനം അവരുടെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായ ശരീരത്തെ ജീവനില്ല.
ശനിയാഴ്ച സ്വന്തകാശം 11,650 രൂപ. സെന്റ് ആന്റണീസ് സെന്റ് തോമസ് മദർ തെരേസ വീട്ടിലുള്ള സമർപ്പണം 1,250 രൂപ. 7ാം ക്ലാസ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും 1,600 രൂപ. സെന്റ് തോമസ് സ്കൂൾ വീട്ടിലെ മാസവരി 5,550 രൂപ. സെന്റ് അൽഫോൺസ് യൂണിറ്റ് ഇന്ന് 4 മണിക്ക് സോജി ജോർജ് കോഴിക്കരയിൽ വസതിയിൽ വെച്ച് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 5 മണിക്ക് കോട്ടപ്പറമ്പിൽ മുകളിൽ ഭവനത്തിൽ വെച്ച് നടക്കുന്നതാണ്. വിൻസെന്റ് ഫോൺ സൊസൈറ്റി നേതൃത്വത്തിൽ കിഴക്കമ്പലം ഏരിയ കൗൺസിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് സബ് ജൂനിയർ തലത്തിൽ ഫസ്റ്റ് പ്രൈസ് ഡാനിയൽ ടോണി കരിപ്പം മറ്റും, സീനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് ഡോക്ടർ ജോളി ഓ, സീനിയർ വിഭാഗത്തിൽ 3rd പ്രൈസ് ഷൈനി കരിപ്പാമറ്റം, ജൂനിയർ വിഭാഗത്തിൽ 3rd പ്രൈസ് ലിബിയ ആന്റണി എന്നിവർ കരസ്ഥമാക്കി സ്നേഹപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി റെസ്പോൺസിബിലിറ്റി ആഘോഷിക്കുവാനായി നേതൃത്വം നൽകുന്ന സെന്റ് അൽഫോൺസ് വീട്ടിൽ ആഭാരമായി കുടുംബാംഗങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തമ്പുരാന്റെ സമർപ്പിക്കുന്നത് ഉണ്ടാകട്ടെ. സെന്റ് അൽഫോൺസ് യൂണിറ്റ് നേർച്ച ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സർവ്വത്തിന്റെയും നാഥായനേക്കും പ്രത്യാശയായ മിശിഹായേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായനേക്കും സാധൻ മാതൃകവോ മുഖമോട് കുരിശു വഹിച്ചിടാ സ്വർഗം നേടാൻ നിങ്ങൾക്കാ ദൈവം തൻ കൃപ ചൊരിയട്ടെ. നന്മ നരർക്കു വരുത്താനായി എന്നും ത്യാഗപദം തേടാൻ തുണയും ശക്തിയും അനവരതം ദൈവം നിങ്ങൾ കേൾക്കട്ടെ. ശാകരമി തിരുവലിയിൽ പങ്കാളികളായി തീർന്നവരെ ദൈവൈക്യത്തിൽ ജീവിക്കാൻ നാഥനനുഗ്രഹം ഏകട്ടെ. ശിവനും തിരു ശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. രക്ഷിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ